ശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളെ തീർച്ചയായും അത് വരികൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും വർണ്ണിച്ചാൽ തീരാത്തത്ര ശക്തമാണ്. ഖുർആൻ മനുഷ്യ ഹൃദയങ്ങളെ ചിന്തിപ്പിക്കുകയായിരുന്നു. ആദ്യം മനുഷ്യ ഹൃദയങ്ങളെ ചിന്തിപ്പിക്കുകയായിരുന്നു. മദ്യത്തിന്റെ മാസ്മരിക ശക്തിയിൽ പെണ്ണിന്റെ കാലടിപ്പാടുകൾ തേടി നടന്ന അറേബ്യൻ സമൂഹത്തെ ഖുർആൻ എവിടെ വരെ എത്തിച്ചു എന്നത് നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കൂ. പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് മത്സ്യം പിടിക്കാൻ മാത്രം പഠിച്ച യൂറോപ്യനെ ചിന്തയുടെയും അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും ലോകത്തേക്ക് കൊണ്ടുവന്നു. ഖുർആൻ ചിന്തിക്കാനുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുകയും പ്രായോഗികമായി ഒരു മുസ്ലിമിന്, വിശേഷിച്ചും മുസ്ലിം നേതൃത്വങ്ങൾക്ക്, ആ നേതൃത്വങ്ങളിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ളവർക്ക് അത്തരം ചില ചിന്തകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഉദാഹരണം, ഭൂമിശാസ്ത്രം പഠിക്കേണ്ടത് അനിവാര്യതകളായിരുന്നു. എന്തേ? തെക്കും വടക്കും പടിഞ്ഞാറുമൊക്കെ കൃത്യമായി നിർണയിക്കുകയും ഖിബിലയുടെ സ്ഥാനം നിർണയിക്കേണ്ടത് ആവശ്യമായിരുന്നു. സമയവും അനുബന്ധങ്ങളും അറിയേണ്ടിയിരുന്നു നമസ്കാരത്തിന്. ഇങ്ങനെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിൽ പ്രായോഗികമായ കുറെ അന്വേഷണങ്ങൾക്ക് മാസപ്പിറവി നമുക്കറിയാം. ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ സ്വാഭാവികമായി നിർബന്ധപൂർവം ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സ്റ്റെപ്പുകൾ ഇസ്ലാം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു കൂട്ടം മുസ്ലിം ശാസ്ത്രജ്ഞരെ, ഒരു കൂട്ടം വൈജ്ഞാനിക ശാഖകളെ സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് ഈ നഗരി ഇപ്പോൾ സാക്ഷിയാകുന്നത്. ഉന്നതമായ, ആ പ്രൗഢമായ, ഉജ്ജ്വലമായ ഇന്നലകളിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രങ്ങളെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്ന ഏതാനും മിനിറ്റുകൾ നീളുന്ന ഒരു വീഡിയോ ദൃശ്യത്തിലേക്കാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് എത്താം. ശാസ്ത്ര സാംസ്കാരിക പുരോഗതിക്ക് കാര്യമായ സംഭാവനകളൊന്നും നൽകാത്ത മധ്യകാലഘട്ടമാണിത്. ലോകത്താകമാനം കനത്ത ഇരുട്ടു പരന്നിരിക്കുന്നു. അന്ന് യൂറോപ്പ് ജീർണാവസ്ഥയിലായിരുന്നു. ഇന്ത്യയും ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളും ജാതി വിഭാഗങ്ങളും കാരണം ജീർണിച്ചു പോയിരുന്നു. ചൈനയിലെ പഴയ ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം ചൈനയിലും ഏതാണ്ട് സാംസ്കാരികമായ ഒരു അപചയം സംഭവിച്ചിരുന്നു. എന്നാൽ നാഗരികത എത്തിനോക്കിയിട്ടുപോലുമില്ലാത്ത കാടന്മാരുടെ കൂടാരമായിരുന്ന അറേബ്യയിൽ അന്ധകാരം മായാൻ തുടങ്ങിയത് പൊടുന്നിനെയായിരുന്നു. കെമിസ്ട്രിയുടെ പിതാവ് ജാബിർ ബിൻ ഹയാൻ, എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ പിതാവ് ഇബ്നു ഹൈസം, റോബോട്ടിക്സിന്റെ പിതാവ് അൽ ജസരി, സർജറിയുടെ പിതാവ് അബുൽ ഖാസിം അസഹറാവി, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നു സീന, പീഡിയാട്രിക്സിന്റെ പിതാവ് മുഹമ്മദ് ബിൻ സക്കരിയ റാസി, പ്രകാശശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നുൽ ഹൈസം, ആൽജിബ്രയുടെ പിതാവ് മുഹമ്മദ് ബിൻ മൂസ അൽ ഹവാരിസ്മി, എൻക്രിപ്ഷന്റെ പിതാവ് അൽ ഖുന്തി, ജിയോഡസിയുടെ പിതാവ് അൽ ബൈറൂണി തുടങ്ങിയ വ്യോമയാനത്തിലെ അഗ്രഗാമികളും ജ്യോതിശാസ്ത്രത്തിലെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയവരുമെല്ലാം അറബികളായിരുന്നു. ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് പോലും മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നുൽ ഹൈത്തം എന്ന അറബ് ശാസ്ത്രജ്ഞനാണ്. യൂറോപ്പിന് ശാസ്ത്രം സംഭാവന ചെയ്തത് അറബികളായിരുന്നു. അങ്ങനെ പടിഞ്ഞാറും കിഴക്കുമുള്ള പ്രദേശങ്ങളിൽ പഴയ പുരാതനമായ സംസ്കാരത്തിൻ്റെ പൈതൃകം മങ്ങിക്കിടന്ന ഒരു കാലഘട്ടത്തിലാണ് അറേബ്യക്കാർ, പുതുതായിട്ട് അറേബ്യയിലെ ആളുകൾ, അവർക്കതുവരെ ഉണ്ടായിരുന്നില്ല, ആ രംഗത്തേക്ക് വരികയും. AD 600-കളിൽ ഗോത്രനിയമങ്ങളുടെ കാലത്ത് പരസ്പരം പോരടിച്ചു കഴിഞ്ഞിരുന്ന, അന്ധവിശ്വാസങ്ങളിലും അധാർമികതയിലും അഭിരമിച്ചിരുന്ന ഒരു ജനത കേവലം 3 പതിറ്റാണ്ടുകൊണ്ട് ലോകം ഇന്നും സ്മരിക്കുന്ന രാഷ്ട്രനേതാക്കളും പരിഷ്കർത്താക്കളും ശാസ്ത്രജ്ഞരും സാഹിത്യകാരന്മാരുമെല്ലാമായി മാറിയതിനു പിന്നിൽ ആ ഊഷരഭൂമിയിൽ എന്തു സംഭവിച്ചുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട ദിവ്യപ്രോക്ത വചനങ്ങളുടെ സമാഹാരമായ ഖുർആൻ അറബികൾക്ക് സംസ്കാരം പകർന്നു നൽകി. കേവലമായ 23 വർഷങ്ങൾ കൊണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളുടെയും അസാൻമാർഗികതയുടെയും അഗാധഗർത്തങ്ങളിൽ നിന്ന് ഉദാത്തമായ സംസ്കാരത്തിലേക്കും സകലവിധ നന്മകളിലേക്കും
അറബികളെ ഖുർആൻ കൈപിടിച്ചുയർത്തിയത്. അതിനിടയ്ക്ക് ആണ് ഒരു പുതിയ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് അറബികൾ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ആ കാലഘട്ടം 7-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന ആ കാലഘട്ടം അറബികളുടെ നേതൃത്വമാണ് പാശ്ചാത്യ പൗരസ്ത്യ ലോകങ്ങളിൽ കണ്ടത്. What one wonders about is if Islamic scientists had not played this role of nursemaid to science, how would we have gotten here? Because in the West, we had lost that with our dark ages. How would science have survived in the West if it had not been for the Islamic scholars? ജെയിംസ് ജൂനിയർ എന്ന് പറയുന്ന ജെയിംസ് ഗേറ്റ് ജൂനിയർ എന്ന് പറയുന്ന ഈ വ്യക്തി ബാരക് ഒബാമയുടെ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു, ശാസ്ത്ര ഉപദേശകനായിരുന്നു. അദ്ദേഹം US-ലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായും വിശുദ്ധ ഖുർആനിന്റെ പരിസരത്ത് നിന്ന് ഉയർന്നു വന്ന ഉന്നതമായ ഒരു ശാസ്ത്രബോധത്തെയും ആ ശാസ്ത്രബോധത്തിലൂടെ ലോകത്തുണ്ടായ വിപ്ലവത്തെയും യഥാർത്ഥത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കയ്യിൽ പിടിച്ചു തോണ്ടുന്ന സെൽഫോൺ മുതൽക്ക് ഇവിടുത്തെ ഉന്നതമായ പര്യവേഷണങ്ങൾ വരെയുള്ളതിന്റെ പിന്നിലെ ഭ്രൂണം, ആ പരിസരം സൃഷ്ടിച്ചത് ആരാണ്? ആ പരിസരം സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആനിന്റെ പരിസരത്ത് നിന്ന് ഉയർന്നു വന്ന മുസ്ലിം ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ മുസ്ലിം ശാസ്ത്രജ്ഞരാലും ഖുർആനിലാലും ആവേശം ഉൾക്കൊണ്ട് കടന്നു വന്ന ആളുകളോ ആയിരുന്നു. എങ്കിൽ നാസ്തിക സമൂഹം അവരെന്താണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തത്? ഈ നഗരി പരിശോധിക്കുകയാണ്. ഈ നഗരി ജനകോടികളുടെ ഹൃദയത്തിൽ ഈ മെസ്സേജ് വെക്കുകയാണ്. ഇവിടെ തരികിടകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും മാത്രം ഇസ്ലാമോഫോബിക് സൈറ്റുകളിൽ നിന്ന് കോപ്പിയടിച്ച് മാത്രം ഇസ്ലാം വിമർശനം നടത്തിയതൊരു തൊഴിലായി ജീവിക്കുന്നവർ, അങ്ങനെ തന്നെ അവരെ പറ്റി പറയുന്നത് അവരോട് വിരോധം തീർക്കാനല്ല, മറിച്ച് അവരാൽ അകപ്പെട്ടവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. സതുപദേശം മാത്രമേ നമുക്കുള്ളൂ. അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കണം. ശാസ്ത്രത്തിന്റെ മുഖമൂടി അണിഞ്ഞ് അവർ നടത്തുന്ന കാര്യങ്ങൾക്കും പരിപാടികൾക്കൊക്കെ ശാസ്ത്രത്തിന്റെ പേരിൽ ഫണ്ടുകൾ ശേഖരിച്ച് മുന്നേറുന്നവർ ശാസ്ത്രത്തോട് ചെയ്തത് എന്ത് എന്നറിയുമ്പോൾ ഈ നഗരി വരും ദിവസങ്ങളിൽ മലയാളികൾ ഞെട്ടലോടുകൂടെ ആ വാർത്ത കേൾക്കേണ്ടി വരും. ഒരു വാക്ക് ഞങ്ങൾ ഇവിടെ ഉറക്കെ പറയുന്നു. എന്റെ സുഹൃത്ത് അബ്ദുള്ള ബാസിൽ ഇവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് നാളെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ ഇസ്ലാം വിമർശകർക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ അവർ പറയട്ടെ എന്നുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു നഗരിയെ ഇപ്പോൾ എന്റെ സുഹൃത്ത് അബ്ദുള്ള ബാസിൽ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സാധാരണയായി നിരീശ്വരവാദികളോട് അവരുടെ ആശയ പ്രചാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത്, ഞങ്ങൾ കേവലമായ ദൈവനിഷേധം പഠിപ്പിക്കാനല്ല, കേവലമായ നിരീശ്വരവാദം പഠിപ്പിക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, മറിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ശാസ്ത്ര പ്രചാരണമാണ്. ശാസ്ത്രാവബോധം വളർത്തുക എന്ന ഓരോ പൗരന്റെ മേലും ഭരണഘടന നിർബന്ധമാക്കിയ ദൗത്യം നിർവഹിക്കുന്ന ഭരണഘടനാ ദൗത്യ നിർവാഹകരാണ് ഞങ്ങൾ എന്ന നിലക്കാണ് സാധാരണയായി നാസ്തികരായ ആളുകൾ പറയാറുള്ളത്. അതിൻ്റെ കൂടെ അവർ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മതങ്ങൾ എന്ന് പറയുന്നത്, വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അതെപ്പോഴും ശാസ്ത്രത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര പ്രചാരണത്തിൻ്റെ ഭാഗമാണ് മതങ്ങളെ എതിർക്കൽ, വിശ്വാസങ്ങളെ എതിർക്കൽ എന്നാണ് ഇവർ പറയാറുള്ളത്. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാൻ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് പോകേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ശാസ്ത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ശാസ്ത്രം ഒരിക്കലും ഇന്ന് കാണുന്ന തരത്തിലുള്ള അത്രത്തോളം ജനകീയവും സ്വീകാര്യവുമായിരുന്നില്ല ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് വരെ. ശാസ്ത്രം ഇത്രയും സ്വീകാര്യമായിട്ട് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് അത് വളരെയേറെ ത്യാഗങ്ങൾ ആവശ്യമായ, ഒരുപാട് വേദനകൾ സഹിക്കേണ്ട ഒരു മേഖലയായിരുന്നു ശാസ്ത്ര പഠനം എന്ന് പറയുന്നത്. അക്കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ശാസ്ത്രത്തോട് വിശ്വാസികളും ഈ ആളുകളും ചെയ്തത് എന്താണ് എന്ന് പരിശോധിക്കാം നമുക്ക്. അക്കാലഘട്ടത്തിലുള്ള വിശ്വാസികൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയാണ്.
ആ സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ, സ്രഷ്ടാവിൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കൽ അഥവാ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യമാണ് എന്നുള്ള നിലക്കായിരുന്നു അക്കാലഘട്ടത്തിലുള്ള വിശ്വാസികൾ കൈകാര്യം ചെയ്തത്. എന്നാൽ അതേ സമയത്ത് അക്കാലഘട്ടത്തിലുള്ള ഭൗതികവാദികൾ എന്താ ചെയ്തത്? അവർ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കുറേ ഗവേഷണങ്ങൾ, കുറേ ത്യാഗങ്ങൾ സഹിക്കുക, കുറേ വേദനകൾ സഹിക്കുക, ഇതല്ല വേണ്ടത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സുഖഭോഗ ജീവിതമാണ്. നമ്മൾ പരമാവധി സുഖം അനുഭവിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇങ്ങനെ വെറുതെ ഗവേഷണങ്ങൾ നടത്തി സമയം കളയരുത് എന്നായിരുന്നു അക്കാലഘട്ടത്തിലുള്ള ഭൗതികവാദികൾ പറഞ്ഞത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിലെ തന്നെ ഭൗതികവാദികളുടെ മുൻഗാമികളായി അവർ തന്നെ ആഘോഷിക്കുന്ന ആളുകളാണ് ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ. ചാർവാകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയത്തിന്റെ അടിത്തറ എന്താ? ലഭ്യമായ സോഴ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ പ്രത്യക്ഷയെ മാത്രം അംഗീകരിക്കുന്നവരായിരുന്നു. നേരിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത് മാത്രം അംഗീകരിക്കുക എന്നതായിരുന്നു അവരുടെ തത്വം. എന്നാൽ അനുമാന അഥവാ ഇൻഫറൻസിനെ നിഷേധിക്കുകയായിരുന്നു അവർ. ഇൻഫറൻസിനെ അവലംബമാക്കാൻ പാടില്ല, അതായിരുന്നു ചാർവാകന്മാരുടെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഒരുപാട് രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തരത്തിൽ അനുമാനത്തെ നിഷേധിക്കുന്നവരായിരുന്നു ചാർവാകന്മാരായ ആളുകൾ. നമുക്കറിയാം, സയന്റിഫിക് മെത്തേഡിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, ഇൻഫറൻസ് ഇല്ലാതെ ശാസ്ത്ര പഠനം സാധ്യമാവും. ലഭിക്കുന്ന തെളിവുകൾക്കനുസരിച്ച് അനുമാനങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പുതിയ തെളിവുകൾ തേടി സിദ്ധാന്തങ്ങളിലേക്ക് എത്തുകയും ചെയ്യുക എന്ന ശാസ്ത്ര പഠനത്തിന്റെ അടിസ്ഥാനം അത് തന്നെ നിഷേധിച്ചുകൊണ്ട് ഗവേഷണങ്ങളിലേക്കും നിരീക്ഷണങ്ങളിലേക്കും പഠനങ്ങളിലേക്കുമുള്ള വാതിൽ തന്നെ കൊട്ടിയടച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി സുഖം അനുഭവിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുന്നവരായിരുന്നു ഭൗതികവാദികൾ. ഇന്ത്യയിലെ ഭൗതികവാദികളുടെ മുൻഗാമികളായ ചാർവാകന്മാർ. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, അക്കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച BC 600 ജീവിച്ച കണാദനെ പോലെയുള്ള ആളുകൾ, നമുക്കറിയാം അണുസിദ്ധാന്തം മുന്നോട്ട് വെച്ച കണാദനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചത്. അവർ പറഞ്ഞത് ഇത് ശരിയല്ല എന്നാണ്. ഈ അനുമാനങ്ങളെ നിഷേധിക്കുന്ന ഈ ഏർപ്പാട് ശരിയല്ല, അത് ശാസ്ത്ര പഠനത്തെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുക, അതിലേക്കുള്ള വാതിൽ കുട്ടിയടക്കുകയാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ BC 300 ജീവിച്ച ചരകനെ പോലെയുള്ള ആളുകൾ, ചരകൻ ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് ജ്വരങ്ങളെക്കുറിച്ച് പഠിച്ചത്, അത് കണ്ടെത്തിയത് അനുമാനങ്ങളിലൂടെയായിരുന്നു. ഈ അനുമാനത്തെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്ര പഠനങ്ങളിലേക്കുള്ള വാതിൽ തന്നെ കൊട്ടിയടക്കുകയായിരുന്നു ഈ ഭൗതികവാദികൾ. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രോട്ടഗോറസിനെ പോലെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച പ്രോട്ടഗോറസിനെ പോലെയുള്ള ഭൗതികവാദികൾ. പ്രോട്ടഗോറസ് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് പഠിക്കുന്നത് അത് വ്യർത്ഥമാണ്, അത് സമയനഷ്ടമാണ് എന്നാണ് പ്രോട്ടഗോറസ് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, മാത്സ് ഇല്ലെങ്കിൽ ഇന്ന് സയൻസ് എന്തെങ്കിലും സാധ്യമാണോ? ഇന്ന് എവിടെയെങ്കിലും സയൻസ് എവിടെയെങ്കിലും എത്തുമോ? ഇങ്ങനെ അനുമാനത്തെ നിഷേധിക്കുക, ഇൻഫറൻസിനെ നിഷേധിക്കുക, മാത്തമാറ്റിക്സിനെ നിഷേധിക്കുക. എന്താ കാരണം? ഇതൊക്കെ പഠിച്ച് വെറുതെ സമയം കളയണോ? നമ്മൾ സുഖം അനുഭവിച്ച് ജീവിച്ചാൽ പോരെ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശാസ്ത്ര പഠനങ്ങളിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനോട് പുറംതിരിഞ്ഞു എന്ന് മാത്രമല്ല, അതിലേക്ക് ഏർപ്പെടുന്ന വിശ്വാസികളെ കളിയാക്കിയിരുന്ന ആളുകളാണ് ഭൗതികവാദികളുടെ മുൻഗാമികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത്? ഇങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അടിത്തറ പാകിക്കൊണ്ട് ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി. റോയൽ സൊസൈറ്റിയൊക്കെ രൂപീകരിക്കപ്പെട്ടു. ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലേക്ക് പുരോഗമിച്ചു, അത് ജനകീയമായി സ്വീകാര്യമായി. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെ ശാസ്ത്രം ജനകീയായി, ടെക്നോളജി ഒക്കെ വന്നതോടുകൂടി ശാസ്ത്ര മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് വരുമാനം കിട്ടാനുള്ള സാധ്യതകളായി. അപ്പോൾ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ പ്രയാസങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും മാത്രമല്ല, ഇന്നത് വരുമാന മാർഗം കൂടിയാണ്. അങ്ങനെ ശാസ്ത്രം എന്ന് പറയുന്ന മേഖലയും സുഖമനുഭവിക്കാനുള്ള ഒരു മേഖലയായി മാറിയതോടുകൂടി ഭൗതികവാദികളും പതിയെ ശാസ്ത്ര മേഖലയിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നുഴഞ്ഞു കയറിയ ആളുകൾ ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ, ഈ ശാസ്ത്രത്തിന്റെ അടിത്തറകൾ പാകാൻ വേണ്ടി ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ച വിശ്വാസികൾക്ക് നേരെ ഇന്ന് കൊഞ്ഞനം കുത്തി പറയാ, നിങ്ങൾക്ക് ശാസ്ത്രമായിട്ട് എന്താ ബന്ധം? ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ ആളുകൾ, ഞങ്ങൾ ശാസ്ത്രത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഇങ്ങനെ ഈ തരത്തിൽ ശാസ്ത്രം പുരോഗമിച്ച് ജനകീയമായി ഈ കാലഘട്ടത്തിൽ പോലും ഈ ആളുകൾ ശാസ്ത്രത്തോട് ചെയ്യുന്നത് എന്താ? ഇപ്പോഴും ഇവരുടെ വിശ്വാസങ്ങൾക്ക്, ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ ശാസ്ത്രത്തോട് ഇവർ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഈ ഒരാളുകൾ ഏതെങ്കിലും ആളുകൾ എന്ത് ചെയ്യുന്നറിയാൻ അവർക്ക് അധികാരം ലഭിച്ചാൽ എന്ത് ചെയ്യും നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഭൗതികവാദികൾക്ക് അധികാരം ലഭിച്ച ഒരു സ്ഥലമുണ്ട്, അതാണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ 1917 വിപ്ലവത്തിലൂടെ ഭൗതികവാദികൾ അധികാരത്തിലേറുകയാണ്. അതിനുശേഷം അവിടെ ശാസ്ത്രത്തോട് അവർ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി കൊണ്ട് ഭൗതികവാദികൾ അവരുടെ ശാസ്ത്രത്തോടുള്ള അവരുടെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കും. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും പറയും, അത് ഭൗതികവാദികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോലുള്ള കേവല നിരീശ്വരവാദികളല്ലല്ലോ, കേവല ഭൗതികവാദികളല്ലല്ലോ എന്നൊക്കെ പറയും. ഇന്ന് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? അല്ല. ഏത് തന്നെയായാലും അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ ചെയ്ത ആളുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിരീശ്വരത്വമാണ്, നാസ്തികതയാണ്. അവർ ഈ ചെയ്തു കൂട്ടിയത്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവർ ശാസ്ത്രത്തോട് ചെയ്തു കൂട്ടിയത് അവരുടെ ദൈവനിഷേധത്തിന് ന്യായീകരണം കണ്ടെത്താനായിരുന്നു. അല്ലേ? ഞാൻ ഓരോന്നെടുക്കാം. ഇവര് ഈ ഭൗതികവാദികൾ അവർ ഫിസിക്സിനോട് ചെയ്തത് എന്താ? എല്ലാ തരത്തിലും ശാസ്ത്രത്തെ ഇല്ലായ്മ ചെയ്യായിരുന്നു അവർ ചെയ്തത്. ഫിസിക്സിനോട് ചെയ്തെന്താ? ആ കാലഘട്ടത്തിലെ ഫിസിക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു ഫിസിക്സിൽ തന്നെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായ ഒരു കാലഘട്ടം. ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്ന് ഐൻസ്റ്റീനിയൻ ഫിസിക്സിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ തിരുത്തി എഴുതപ്പെടുകയാണ്. നേരത്തെ ഇവിടെ വിശദീകരിച്ചു. അതുവരെ എല്ലാവരും വിചാരിച്ചിരുന്നത്, ശാസ്ത്രത്തിന്റെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയൊക്കെ അനുസരിച്ച് ഒരുപാട് ആളുകൾ വിചാരിച്ചിരുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനാദിയാണ്, ഈ പ്രപഞ്ചത്തിനൊരു തുടക്കവുമില്ല ഒടുക്കവുമില്ല. ഇങ്ങനെയായിരുന്നു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആളുകൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരത് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറിയും അതുപോലെ തന്നെ ബിഗ് ബാങ് തിയറി പോലെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി ഇതാകെ മാറി മറിഞ്ഞു. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒന്നാലോചിച്ച് നോക്കുക, ഇവര് പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്ന് പറയാൻ കാരണം എന്താ? പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ആ തുടങ്ങിയത് ആരാന്നുള്ള ചോദ്യം വരുമല്ലോ. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ തുടങ്ങിയത് ആരാണ്? അപ്പോൾ ഒരു ദൈവം വേണമല്ലോ. അപ്പോൾ ദൈവത്തെ നിഷേധിക്കാൻ പ്രപഞ്ചാനാദിയാണ്, തുടക്കമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അവരുടെ ആ ധാരണകളെ തകിടം മറിച്ചുകൊണ്ട് സയൻസിൽ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയും ബിഗ് ബാങ്ങും എല്ലാം കടന്നു വന്നതോടുകൂടി പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് ശാസ്ത്രലോകത്ത് അംഗീകരിക്കപ്പെടുകയാണ്. ഇതൊരു തരത്തിലും ഭൗതികവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. കാരണം ഇത് അംഗീകരിച്ചാൽ ദൈവത്തെ നിഷേധിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇവർ ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഈ റിലേറ്റിവിറ്റി തിയറിയെ, ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെ, അതുപോലെ തന്നെ ബിഗ് ബാങ്ങിനെ, അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സ് പോലെയുള്ള മറ്റു ശാഖകളെ, ഫിസിക്സിലുള്ള ഒരുപാട് ശാഖകൾ, അതൊന്നും പഠിപ്പിക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ പാടില്ല, അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരെ റിലേറ്റിവിറ്റി തിയറി അംഗീകരിച്ചതിന്റെ പേരിൽ, ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി പഠിപ്പിച്ചതിന്റെ പേരിൽ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കി, നാടുകടത്തി, ലേബർ ക്യാമ്പുകളിട്ട് പീഡിപ്പിച്ചു. എന്തിന്റെ പേരിലാ? അവരെന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന്റെ പേരിലാണോ? അവരെന്തെങ്കിലും മാനമോഷണം ചെയ്തതിന്റെ പേരിലാണോ? അതല്ലെങ്കിൽ അവരാരെയെങ്കിലും കൊന്നതിന്റെ പേരിലാണോ? അവർ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ പേരിലാണോ? ഒന്നുമല്ല. അവർ പഠിച്ച ശാസ്ത്രം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ഇത്രത്തോളം ക്രൂരതകൾ ശാസ്ത്രജ്ഞന്മാരോട് ചെയ്തു. ഈ ക്രൂരത അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നത് എവിടെയാണെന്നറിയോ? 1930 അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, 1930 നവംബറിലും ഡിസംബറിലും ആയിക്കൊണ്ട് ദ ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ ബെർലിനർ ടാഗ്ബ്ലാറ്റ് എന്ന് പറയുന്ന 2 മാഗസിനുകളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ 2 ലേഖനങ്ങൾ എഴുതുകയാണ്. സയൻസ് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്ന ലേഖനവും അതുപോലെ തന്നെ വാട്ട് ഐ ബിലീവ്, ഈ 2 ലേഖനങ്ങൾ എഴുതുകയാണ്. അതിൽ അദ്ദേഹം മതവിശ്വാസികൾ പറയുന്ന തരത്തിലല്ലെങ്കിലും ഒരു ദൈവവിശ്വാസം, ഒരു പടച്ചവനുണ്ട് എന്നുള്ള തരത്തിലുള്ള ചിന്താഗതികൾ അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇതോടുകൂടി ഈ ആളുകൾക്ക് പിടുത്തം വിട്ടു. ഇതിന് ശേഷം, ഈ ലേഖനങ്ങൾ വന്നതിന് ശേഷം വ്യാപകമായി കൊണ്ട് ശാസ്ത്രജ്ഞന്മാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് റിലേറ്റിവിറ്റി തിയറി അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ ബിഗ് ബാങ് അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ വളരെ വ്യാപകമായി വേട്ടയാടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫിസിക്സിന്റെ കാര്യമാണെങ്കിൽ ബയോളജിയിൽ എന്താ സംഭവിച്ചത്? ബയോളജിയിൽ നമുക്കറിയാം,
ബയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്ന ഒരു ശാഖയാണ് ജെനിറ്റിക്സ് എന്ന് പറയുന്നത്, ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പാതിരിയാണ്. അദ്ദേഹം പയർ ചെടികളിൽ നടത്തിയ ആ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനിതക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങൾ അദ്ദേഹം പറയുകയാണ്. പക്ഷേ അദ്ദേഹം അത് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ മരണം വരെ അത് ഏതെങ്കിലും രൂപത്തിൽ അത് ചർച്ചയാക്കുവാനോ സയൻസ് ജേണലുകളിൽ അത് പബ്ലിഷ് ചെയ്യുവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം എന്താ അറിയോ? അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവർ വിചാരിച്ചിരുന്ന പരിണാമത്തിന്, അവർ കരുതിയ പരിണാമത്തിന് എതിരാണ് ജനിതക ശാസ്ത്രം എന്നായിരുന്നു അതിൻ്റെ കാരണം. ഇത് തന്നെയാണ് സോവിയറ്റ് യൂണിയനിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജനിതക ശാസ്ത്രത്തെ അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് പകരമായിട്ട് അവർ കപട ശാസ്ത്രം ഉണ്ടാക്കി. യഥാർത്ഥ ശാസ്ത്രം അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. കാരണം എന്താ? അവർ ദൈവനിഷേധത്തിന് അവർ ന്യായമായി കണ്ടിരുന്നത് പരിണാമ വിശ്വാസമായിരുന്നു. അതിൻ്റെ അടിത്തറ ചോദ്യം ചെയ്യുന്നതാണ് എന്നതിൻ്റെ പേരിൽ ജനിതക ശാസ്ത്രത്തിന് ബദലായിക്കൊണ്ട് ലിസംഗോയിസം എന്ന് പറയുന്ന ഒരു കപട ശാസ്ത്രം ഇവർ മെനഞ്ഞുണ്ടാക്കുകയാണ്. സാക്ഷാൽ ജോസഫ് സ്റ്റാലിന്റെ വലങ്കയ്യായ ട്രോഫിം ലിസംഗോ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ലിസംഗോയിസം എന്ന ഒരു കപടശാസ്ത്രം ഉണ്ടാക്കുക മാത്രമല്ല 40-ലധികം വർഷം സോവിയറ്റ് റഷ്യയിൽ ഇതായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഔദ്യോഗികമായി ഇതാ പഠിപ്പിച്ചിരുന്നത്. അത് പഠിപ്പിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, കപടശാസ്ത്രം പഠിപ്പിച്ചോട്ടെ. പക്ഷേ യഥാർത്ഥ ശാസ്ത്രം പഠിപ്പിച്ച, അത് ചർച്ച ചെയ്ത ശാസ്ത്രജ്ഞന്മാരെ വളരെ വ്യാപകമായി ആക്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് നമ്മൾ കാണുന്ന നിക്കോളായ് വാവിലോവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ലോകമറിയപ്പെടുന്ന ജനിതക ശാസ്ത്രജ്ഞനായിരുന്നു നിക്കോളായ് വാവിലോവ്. നിക്കോളായ് വാവിലോവ് പറഞ്ഞു, ഞാൻ ജനിതക ശാസ്ത്രം പഠിച്ചയാളാണ്, അത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി വാദിച്ചു നിക്കോളായ് വാവിലോവ്. മാത്രമല്ല, ഇവരുടെ ഈ കപടശാസ്ത്രം ലിസംഗോയിസത്തെ ഈ നിക്കോളായ് വാവിലോവ് എതിർത്തു. ഇതിന്റെ പേരിൽ 1940 ഓഗസ്റ്റ് 6 നിക്കോളായ് വാവിലോവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്തിന്റെ പേരില? ശാസ്ത്രം പറഞ്ഞതിന്റെ പേരിൽ, ശാസ്ത്രം പഠിപ്പിച്ചതിന്റെ പേരിൽ ഒരു ശാസ്ത്രജ്ഞനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. എന്നിട്ടോ വധശിക്ഷക്ക് വിധിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം. ജനിതക ശാസ്ത്രത്തിന് വേണ്ടി വാദിച്ചതിന്റെ പേരിൽ വധശിക്ഷക്ക് വിധിക്കപ്പെടുകയാണ് നിക്കോളായ് വാവിലോവ് എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന ഈ ജനിതക ശാസ്ത്രജ്ഞൻ. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ആ വധശിക്ഷ 20 വർഷത്തെ കഠിന തടവായി കുറച്ചു കൊടുത്തു. വലിയ കാര്യം. പക്ഷേ ആ 20 വർഷം പോലും അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചില്ല. 2 വർഷത്തിനുള്ളിൽ ഈ ഭൗതികവാദികൾ ഒരുക്കിയ തടവറയിൽ പട്ടിണി കടന്നുകൊണ്ട് മരിക്കുകയാണ് നിക്കോളായ് വാവിലോവ് എന്ന് പറയുന്ന ഈ ജനിതക ശാസ്ത്രജ്ഞൻ. പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഒരു ശാസ്ത്രജ്ഞനെ. എന്തിന്റെ പേരിൽ? ഒരു ശാസ്ത്രം പഠിപ്പിച്ചതിന്റെ പേരിൽ. ഇത് ചെയ്ത ഈ ആളുകളാണ് ഇന്ന് നമ്മളോട് ശാസ്ത്രം പറഞ്ഞു വരുന്നത്. ഇതും കൊണ്ടും അവസാനിച്ചില്ല. നിക്കോളായ് വാവിലോവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി, ഒരുപാട് ആളുകളെ നാട് കടത്തി. അങ്ങനെ അവസാനം 1948 ആയതോടുകൂടി ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ തന്നെ സോവിയറ്റ് യൂണിയനിൽ നിരോധിച്ചു. ഒരു ശാസ്ത്രശാഖയെ നിരോധിക്കുകയാണ്. എന്തേ കാരണം? ഇവരുടെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഇവരുടെ ദൈവനിഷേധത്തിന് ഇവർ പറയുന്ന ന്യായങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ജനിതക ശാസ്ത്രത്തെ തന്നെ പൂർണ്ണമായി നിരോധിക്കാൻ. അങ്ങനെ നിരോധിച്ചു. ഗവേഷണശാലകൾ അടച്ചുപൂട്ടി. അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അതുകൊണ്ടും അവസാനിച്ചില്ല. ലഭിച്ച കണക്കുകൾ പ്രകാരം തന്നെ ഏകദേശം 3000-ലധികം ശാസ്ത്രജ്ഞന്മാരെ ഒറ്റയടിക്ക് ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു. ശാസ്ത്രജ്ഞന്മാരെ കഥ മാത്രം ഇത്. സാധാരണക്കാരെ കൊന്നത് കോടികളുടെ കണക്ക്, അത് വേറെ പറയാനുണ്ട്. ശാസ്ത്രജ്ഞന്മാർ തന്നെ 3000-ലധികം ജനിതക ശാസ്ത്രജ്ഞന്മാരെ കൂട്ടക്കൊല ചെയ്യുകയാണ്. എന്തിന്റെ പേരിലാ? എന്തെങ്കിലും ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലാണോ? എന്തെങ്കിലും ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ പേരിലാണോ? രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലാണോ? ഒന്നുമല്ല. പിടിച്ചുപറിച്ചതിന്റെ പേരിലാണോ? ഒന്നുമല്ല. ശാസ്ത്രം പഠിപ്പിച്ചു എന്നതിന്റെ പേരിൽ മാത്രം 3000-ലധികം ശാസ്ത്രജ്ഞന്മാരെ കൂട്ടക്കൊല ചെയ്യുകയാണ്. സൈബീരിയയിലേക്ക് നാടുകടത്തുകയാണ്. ലേബർ ക്യാമ്പുകളിലിട്ട് പീഡിപ്പിക്കുകയാണ്. ഇത് ചെയ്ത ആളുകളാണ് നമ്മളോട് ഇപ്പൊ ശാസ്ത്രത്തിന്റെ മൊത്തക്കുത്തകയും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാം വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല.
ബയോളജിയോട് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സൈബർനെറ്റിക്സ് അതിനോടും ചെയ്തത് ഇത് തന്നെയാണ്. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആസ്ട്രോണമി രംഗത്തുള്ള ഒരു കണക്ക് മാത്രം ഞാൻ പറയാം. 1936 1937 ഇടയിൽ മാത്രം ഒരൊറ്റ വർഷം കൊണ്ട് സോവിയറ്റ് റഷ്യയിലെ 20% ആസ്ട്രോണമി രംഗത്തുള്ള ശാസ്ത്രജ്ഞന്മാർ ഒറ്റടിക്കില്ലാണ്ടായി. ഒരൊറ്റ വർഷം കൊണ്ട് ഒരു രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരിൽ 20% ഒറ്റടിക്കില്ലാണ്ടാവുകയാണ്. ഇത്രമാത്രം ക്രൂരതകൾ ഇവർ ചെയ്തെന്തിൻ്റെ? ഇവരുടെ ചില ചക്കര വിശ്വാസങ്ങളുണ്ട്, ഇവരുടെ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിനെതിരാകുമെന്നതിന്റെ പേരിൽ മാത്രം ഇത്രത്തോളം ക്രൂരത ശാസ്ത്രത്തോട് ചെയ്ത ആളുകളാണ് ഇന്ന് ശാസ്ത്രത്തിന്റെ അപ്പോസ്തലന്മാരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ സെറുബ്രോവ്സ്കി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഇവർ ഈ ചെയ്ത ക്രൂരതകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇവർ ചെയ്തതെന്താണ്? ഇവർ ശാസ്ത്ര ചരിത്രത്തെ തന്നെ 1/2 നൂറ്റാണ്ട് പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മളിപ്പം 2019 ജീവിക്കുന്നത്. 2069 ആയാൽ ഒരു 1/2 നൂറ്റാണ്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ശാസ്ത്രം? ഇന്ന് നമുക്ക് ഏകദേശം ഒരു സ്വപ്നം ഉണ്ടല്ലേ, ശാസ്ത്രമൊക്കെ വളരെയധികം പുരോഗമിച്ച് വലിയൊരു നിലയിലെത്തിയിട്ടുണ്ടാവും, വലിയ സംഭവമായിരിക്കും എന്നൊക്കെ നമുക്കൊരു സ്വപ്നമുണ്ട് അല്ലേ? എന്നാൽ ഈ 2019 നമ്മൾ അവിടെ എത്തേണ്ടതായിരുന്നു. നമ്മൾ അത്രയും പുരോഗമിക്കേണ്ടതായിരുന്നു, ശാസ്ത്രം അത്രയും പുരോഗമിക്കേണ്ടതായിരുന്നു. ഈ ഭൗതികവാദികളില്ലായിരുന്നുവെങ്കിൽ ശാസ്ത്ര ചരിത്രത്തെ തന്നെ 1/2 നൂറ്റാണ്ട് പിന്നോട്ട് വലിച്ച ഭൗതികവാദികൾ എന്തിന്റെ പേരിൽ? അവരുടെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ശാസ്ത്ര ചരിത്രത്തെ തന്നെ 1/2 നൂറ്റാണ്ട് പിന്നോട്ട് വലിച്ച ഭൗതികവാദികൾ ഇന്ന് ശാസ്ത്രത്തിന്റെ മൊത്തക്കുത്തകയെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനോട് ഏത് നിലക്കാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥ മാത്രമല്ല, ഇപ്പോഴും ഇവരുടെ നിലപാടെന്താ? ഈ 21-ാം നൂറ്റാണ്ടിലും ഇവരെന്താ? ഇവിടെ കാണുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന MP പരമേശ്വരൻ എഴുതിയ ഒരു പുസ്തകമാണ്. അത് 2013 ഈ 21-ാം നൂറ്റാണ്ടിൽ പുനഃപ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അതിൽ പോലും ഞാൻ വായിക്കുന്നില്ല, സമയം ദൈർഘ്യമുണ്ട്. അതിൽ പോലും അദ്ദേഹം ബിഗ് ബാങ്ങിനെ കളിയാക്കുകയാണ്. ബിഗ് ബാങ്ങിനെതിരെ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു തെളിവുണ്ടായതിന്റെ പേരില കളിയാക്കുന്നെങ്കിലും ഓക്കെ, മറിച്ച് അവരുടെ ഈ പറഞ്ഞ ദൈവനിഷേധത്തിന് വിരുദ്ധമാകും എന്നതിന്റെ പേരിൽ മാത്രം ഇന്നും അത്തരം ശാസ്ത്രങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഈ ഭൗതികവാദികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ശാസ്ത്ര സ്നേഹമല്ല, അവർക്കുള്ളത് ശാസ്ത്രാവബോധമല്ല, മറിച്ച് അവരുടെ വിശ്വാസങ്ങൾക്ക്, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുഗുണമായത് മാത്രം സ്വീകരിക്കുകയും അതല്ലാത്തവരെ അവർക്ക് അധികാരം ലഭിച്ചാൽ ഇല്ലായ്മ ചെയ്യും, ഇല്ലാത്ത അവസരത്തിൽ പരിഹസിക്കും. ഇത് തന്നെയാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ എന്തോ വലിയ ശാസ്ത്രമാണ്, വലിയ ശാസ്ത്രത്തിന്റെ ആളുകളാണ് എന്നൊക്കെ ഇവരുടെ അവകാശവാദങ്ങൾ കേട്ടുകൊണ്ട് സ്വന്തം വിശ്വാസത്തെ പോലും സ്വന്തം പാരമ്പര്യത്തെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നവരെന്ന് ആലോചിക്കണം. ശാസ്ത്ര ചരിത്രത്തെ 1/2 നൂറ്റാണ്ട് പിന്നോട്ട് വലിച്ചവരുടെ കൂടെയാണ് ശാസ്ത്ര സ്നേഹവും കൊണ്ട് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അത്തരം ആലോചനകൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാസ്തികർ ഈ ഒരു സമൂഹത്തോട്, വിശേഷിച്ച് ശാസ്ത്രത്തോട് ചെയ്തത് എന്ത് എന്ന വളരെ കൃത്യമായ ഒരു വിവരണത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം പ്രതികരണങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം നിലവാരം കുറഞ്ഞ ട്രോളിൻ്റെയും മാന്യതയില്ലാത്ത പ്രതികരണത്തിൻ്റെയും അപ്പുറത്ത് അക്കാഡമിക്കലായി എന്തെങ്കിലും ദൗത്യങ്ങൾ നിർവഹിക്കുന്നവർ അവിടങ്ങളിൽ വളരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്നാണ് ഏറ്റവും അവസാന സൂചനകളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു അനുബന്ധം ഒറ്റവാചകം ഞാൻ പറയാം. ഇപ്പോൾ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ കൊന്നു തള്ളിയതിൻ്റെ കണക്കുകളെ മുഴുവൻ പിന്നോട്ട് വെച്ച് അതാരും അറിയാത്ത ഒരു ഫ്രെയിമിൽ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് ലോകത്തെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഇസ്ലാമാക്കി മുസ്ലിങ്ങൾ നന്നായ എല്ലാ നിലക്കും മനുഷ്യരായ എല്ലാ നിലക്കും ഒക്കെ ശരിയാകുമെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അല്ലേ? അമേരിക്കയിലെ ഒരു സ്കൂളിൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ ബോംബുണ്ടാക്കി എന്നുള്ള പേരിൽ തെറ്റായി പിടിക്കപ്പെട്ട് പോലീസ് പിടിക്കപ്പെട്ടപ്പോൾ അത് പോസ്റ്റ് ചെയ്തു. ആര്? ഇവിടെ നേരത്തെ കാണിച്ച ആള്, ഇവരുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആള്, മിക്കവാറും ദൈവം ഇല്ല എന്ന് കമന്റ് പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം പെട്ടെന്ന് കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്തു. ഏത്? ഐസിസിലെ ഒരു ചെറിയ കുട്ടി, ഐസിസുകാരനായ ഒരു ചെക്കൻ ആരെയോ കൊല്ലുന്നു എന്നതിൻ്റെ ഒരു ചിത്രവുമായി ചേർത്ത് ഇത് രണ്ടും കമ്പയർ ചെയ്ത് ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് അത് ബാധകമാക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യൂല.
നാസ്തികരായ ആ തലമുറ ചെയ്തതുകൊണ്ട് ഇവര് മുഴുവൻ ഇതിന്റെ പേരിൽ ഇങ്ങനെ വിമർശിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോ ആളെയും ഓരോ മെമ്പറെ എടുത്ത് അറ്റാക്ക് ചെയ്യുന്നിടത്തേക്ക് ഞങ്ങൾ പോകില്ല. എന്നാൽ ഇവരെ എടുത്തുദ്ധരിച്ചു പോകുന്നവർക്ക് ഇതിന്റെ ഉത്തരവാദിത്തം ഉണ്ട് താനും. അതുകൊണ്ട് നിങ്ങൾ ഇതിന് തീർച്ചയായും പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.